മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസാനുകൂല്യം നൽകാത്തതിനെതിരെ നിയമസഭയിൽ പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം. കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ച 6000 രൂപ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകില്ല എന്ന സൂചന നൽകി സർക്കാർ 4500 രൂപ നൽകുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഫിഷറീസ് മന്ത്രിയും മുഖ്യമന്ത്രിയും വിശദീകരിച്ചു. എന്നാൽ എപ്പോൾ തുക പൂർണ്ണമായും വിതരണം ചെയ്യുമെന്നതിൽ സർക്കാർ വ്യക്തമായ മറുപടി നൽകിയില്ല. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ച് 3 ആഴ്ച പിന്നിട്ടിട്ടും ഒരു തരത്തിലെ ആനുകൂല്യവും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സൗജന്യ റേഷനോ നൽകുന്ന ധനസഹായമോ ഇത്തവണ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ആകെ ദുരിതത്തിലാണെന്ന് നോട്ടീസ് നൽകിയ സജി ചെറിയാൻ പറഞ്ഞു. എന്നാൽ ഈ സീസണിൽ ഈ ആനുകൂല്യം അവർക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രമേയത്തിന്റെ കാരണം. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 1500 രൂപ കൊടുത്തത് അവരുടെ വിഹിതം മാത്രമാണ്. സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ കൊടുക്കേണ്ട ഒരു പൈസയും അവർക്ക് ഈ സമയം വരെ കൊടുത്തിട്ടില്ലെന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം. 2016 വരെ മുൻ UDF സർക്കാർ 2700 രൂപയാണ് നൽകിയിരുന്നത്. എന്നാൽ LDF സർക്കാർ 2016 വന്നപ്പോൾ 2700 4500 രൂപയായും പിന്നീട് രണ്ടാം ഗവൺമെന്റ് വന്നപ്പോൾ അത് 6000 രൂപയായിട്ട് ഉയർത്തി സാർ. ഇത് വിതരണം ചെയ്യാതെ ഈ സീസണിൽ അവരെ പട്ടിണിക്കിടുന്ന ഗുരുതരമായ അനാസ്ഥയാണ് സർക്കാർ കാണിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന വിഹിതം അടക്കം 4500 രൂപയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നതെന്നും ഇതിൽ ആദ്യ ഗഡുവായ 1500 രൂപ ചില ജില്ലകളിൽ വിതരണം ചെയ്തെന്നും വകുപ്പ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ പറഞ്ഞു. മറ്റ് ജില്ലകളിലേത് ഉടൻ വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 4500 രൂപ 6000 രൂപയാക്കി ഉയർത്തിയത് നൽകുന്ന കാര്യത്തിൽ മന്ത്രി വ്യക്തമായ മറുപടി നൽകിയില്ല. മൊത്തം 4500 രൂപയാണ് സാർ കൊടുക്കാനുള്ളത്. അതിൽ 1500 രൂപയാണ് ആദ്യ ഗഡുവായി നൽകാനുള്ളത്. ആ 1500 രൂപ ഇപ്പോൾ ഏകദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് സാർ. 3 ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തിയാവുകയും ചെയ്യും സാർ. ഫ്രീ റേഷനെ സംബന്ധിച്ച് സാർ അതിന്റെ ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതിന്റെ വിതരണം ഉടൻ ആരംഭിക്കുകയും ചെയ്യും സാർ. മത്സ്യത്തൊഴിലാളികൾ സർക്കാരിന്റെ പ്രഥമ പരിഗണനയാണെന്നും അവർക്ക് നൽകാനുള്ള കുടിശ്ശിക 1 രൂപ പോലും ബാക്കിയുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രിയും വിശദീകരിച്ചു. ഒരു കാരണവശാലും 1 രൂപയുടെ പോലും കുറവ് ഒരു മാസവും വരുത്തില്ല. അതിനാവശ്യമായ നടപടികൾ സർക്കാരിന്റെ കൊടുക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. LDF സർക്കാർ പ്രഖ്യാപിച്ച 6000 രൂപ നൽകുന്നതിൽ അനുകൂല നിലപാടല്ല സർക്കാരിന് എന്നതായിരുന്നു ഭരണപക്ഷത്തിന്റെ മറുപടിയിൽ നിന്നും വ്യക്തമായത്. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ കേരളത്തിന്റെ സേനയാണെന്നും അവരെ പട്ടിണിയിലേക്ക് തള്ളിവിടാതെ ചേർത്ത് നിർത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. മത്സ്യത്തൊഴിലാളി മേഖലയിൽ അതീവ ഗുരുതരമായ പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിച്ച് സമർത്ഥിക്കാൻ നോക്കിയാലും നമ്മുടെ കടലിൻ്റെ മക്കൾ വല്ലാത്ത ആശങ്കയിലാണ്. കഴിഞ്ഞ ദിവസം ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ആനുകൂല്യങ്ങൾ നൽകുമെന്നല്ലാതെ എപ്പോഴേക്ക് നൽകുമെന്ന് പറയാൻ പറ്റിയില്ല. ഫിഷറീസ് മന്ത്രി മറുപടി പറയുന്നതിനിടയിൽ വനം മന്ത്രി എഴുന്നേറ്റ് മറുപടി പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണോ ഉണ്ടായതെന്ന് ഭരണപക്ഷത്തോട് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. പിന്നാലെ ഭരണപക്ഷ പ്രതിഷേധവും സഭയിൽ ഉയർന്നു. നോട്ടീസിൽ കൃത്യമായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്നും നോട്ടീസ് സഭ തള്ളിയ സാഹചര്യത്തിലും പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.